കഴിഞ്ഞ വർഷം ചാമ്പ്യൻഷിപ്പിൽ അവസാനം വരെ ഫൈറ്റ് ചെയ്ത റെഡ് ബുൾ ഈ വർഷം ഒരു റേസ് വിൻ പോലും ഇല്ലാതെ P4-ലാണ്. സോ വാട്ട് ഹാപ്പൻ ടു റെഡ് ബുൾ? സമ്മർ ബ്രേക്കിലാണ് ആൻഡ് ഇതുവരെയുള്ള ഓരോ ടീമിൻ്റെയും പെർഫോമൻസ് ബേസ് ചെയ്ത് നമ്മളൊരു ചെറിയ റിവ്യൂ നടത്തുകയാണ്. ആൻഡ് ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് റെഡ് ബുൾ. പുതിയൊരു പവർ യൂണിറ്റുമായിട്ട് 2026 റെഡ് ബുൾ വന്നപ്പോൾ ദേ വർ എയിമിംഗ് ടു ഫൈറ്റ് ഫോർ എ ചാമ്പ്യൻഷിപ്പ്. പക്ഷേ 11 റേസുകളിലും ദേ വർ സ്ട്രഗ്ലിംഗ്. നല്ലൊരു പവർഫുൾ എഞ്ചിൻ ആണെങ്കിലും പവർ യൂണിറ്റ് എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ ഒട്ടും എഫിഷ്യൻ്റ് അല്ല. ആൻഡ് കാറിന് നല്ലൊരു എയറോഡൈനാമിക് ബാലൻസ് കണ്ടെത്താൻ റെഡ് ബുൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ P4-ഉം അതും മെഴ്സിഡീസിനേക്കാൾ പകുതിയിൽ താഴെ പോയിന്റ് മാത്രമാണ് റെഡ് ബുൾ ഉള്ളത്. ആൻഡ് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ മാക്സ് P6-ലും ഹാച്ചർ P8-ലുമാണ്. ദേ ബോത്ത് ആർ പുട്ടിംഗ് ഗുഡ് എഫർട്ട് ബട്ട് സ്റ്റിൽ ദ കാർ ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു ദം. ആദ്യ റേസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കാറിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ഡ്രൈവേഴ്സിനും നല്ല പെർഫോമൻസ് കണ്ടെത്താനും കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നില്ല. ഇൻഫാക്ട് ആദ്യ റേസുകളിൽ 1.5 സെക്കൻഡ്സിൻ്റെ ഒരു ഡെഫിസിറ്റ് റെഡ് ബുളിനുണ്ടായിരുന്നു. പിന്നീട് കുറേ ചേഞ്ചസ് ഇൻക്ലൂഡിംഗ് വെയിറ്റ് റിഡക്ഷൻ അങ്ങനത്തെ കുറേ ചേഞ്ചസ് അവർ കൊണ്ടുവന്നെങ്കിലും സ്റ്റിൽ ദേ ആർ ലാക്കിംഗ് ബൈ 0.3 സെക്കൻഡ്സ് ഡെഫിസിറ്റ്. ആൻഡ് ഈ ഡെഫിസിറ്റിന് കാരണം അവർ 2025 ചാമ്പ്യൻഷിപ്പിൽ അവസാനം വരെ നല്ലോണം ഫൈറ്റ് ചെയ്തു. ആൻഡ് ആ ഫൈറ്റ് കാരണം തന്നെ അവർക്ക് 2026 നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാനും റിസോഴ്സസ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാനും പറ്റില്ല. ആൻഡ് ദിസ് ബാക്ക് ഫയർഡ് ഓൺ ദം. ഇനി ഡ്രൈവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മാക്സിൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. മാക്സ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. മാക്സ് ഒട്ടും ഹാപ്പി അല്ല കാറിൻ്റെ പെർഫോമൻസിലും അതിൻ്റെ എഫിഷ്യൻസിയിലും. ആൻഡ് ഹീ ഈസ് ലാക്കിംഗ് കോൺഫിഡൻസ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഹാഡ്ജറിൻ്റെ കാര്യം സിമിലർ തന്നെ. പക്ഷേ റെഡ് ബുളിൻ്റെ സെക്കൻഡ് സീറ്റിൽ വളരെ മികച്ച രീതിയിലാണ് ഹാഡ്ജർ പെർഫോം ചെയ്യുന്നത്. തുടക്കത്തിൽ DNF ഒഴിച്ചാൽ പിന്നീട് മൊത്തം മികച്ച പോയിന്റ് ഫിനിഷുകളാണ് ഹാഡ്ജർ നടത്തിയിരിക്കുന്നത്. സോ ഡ്രൈവേഴ്സിന് സൈഡിൽ നോക്കിയാൽ രണ്ട് ഡ്രൈവേഴ്സും പോസിറ്റീവാണ്. മാക്സ് ക്ലീൻ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. ആൻഡ് ഹാഡ്ജർ നല്ലൊരു സപ്പോർട്ടിംഗ് ഡ്രൈവറായിട്ട് പെർഫോമും ചെയ്യുന്നുണ്ട്. സോ ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ദേ ആർ പോസിറ്റീവ്ലി പെർഫോമിംഗ്. പക്ഷേ കാറാണ് ലെറ്റ് ഓഫ് ചെയ്യുന്നത്. എന്നാൽ കാർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ കണക്ക് തന്നെ വലിയൊരു ഡെഫിസിറ്റിൽ നിന്ന് ചെറിയ ഡെഫിസിറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും പക്ഷേ ഈ കറക്ഷൻ എല്ലാം ഒരു നാരോ മാർജിനാണ് റൺ ചെയ്യുന്നത്. ആൻഡ് ഈ നാരോ മാർജിനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രാക്ക് എവല്യൂഷനോടോ ഡ്രൈവേഴ്സിൻ്റെ ചെറിയ എറേഴ്സിനോടോ പോലും കാറിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ കുറേ അധികം പോഡിയങ്ങൾ മാക്സ് അടിച്ചിട്ടുണ്ട്. ഇതിന് കാരണം മാക്സിൻ്റെ എഫിഷ്യൻറ്റ് ഡ്രൈവിങ്ങും റെഡ് ബുളിൻ്റെ സ്പോട്ട് ഓൺ സ്ട്രാറ്റജികളുമാണ്. കാറിൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല ഇവിടെ ഒന്നും മാക്സിന് പോഡിയം കിട്ടിയത്. സോ മൊത്തത്തിൽ നോക്കിയാൽ ഇപ്പോഴും മെഴ്സിഡീസിൽ നിന്നും ഫെറാറിയിൽ നിന്നും വളരെ അകലെയാണ് ഓവറോൾ പെർഫോമൻസിൽ റെഡ് ബുൾ. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്കൊരു B ഗ്രേഡ് മാത്രമേ റെഡ് ബുളിന് ഈ വർഷത്തെ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഡിസാസ്ട്രസ് തുടക്കമാണ് സീസൺ കിട്ടിയെങ്കിലും ദേ ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ നൗ. പക്ഷേ ചാമ്പ്യൻഷിപ്പ് അടിക്കാനുള്ള അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് കണ്ടൻഷനുള്ള ഒരു സാധ്യതയും റെഡ് ബുളിനില്ല. ആൻഡ് അത് അവരുടെ ടീം ബോസ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ദേ ആർ ഗോണ കോൺസെൻട്രേറ്റ് ഓൺ 2027. പക്ഷേ വരും റേസുകളിൽ റെഡ് ബുൾ റേസസ് വിൻ ചെയ്യാൻ തുടങ്ങിയാൽ ദാറ്റ്സ് എ ബിഗ് വാർണിംഗ് സൈൻ ഫോർ ഓൾ ദ ടീംസ് ഫോർ 2027. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക്? മാക്സും റെഡ് ബുള്ളും സീസണിൻ്റെ സെക്കൻഡ് ഹാഫ് റേസസ് വിൻ ചെയ്യോ? Comment your thoughts below and follow for more fun content.